കൊച്ചേ ഞാൻ ഗേറ്റിന് വെളിയിലുണ്ട്. ആ ചേട്ടത്തി പാസ്വേഡ് ഇപ്പൊ തുറക്കാതെ. ഇനി അങ്ങനെ ചാട്ടം കഴിഞ്ഞിട്ട് വരണമായിരിക്കും. ഓടിക്കതിച്ച് വരുന്നുണ്ട്. ഈ ഗേറ്റ് എന്നെങ്കിലും ഒന്ന് തുറന്നിടുവോ ഈ മനുഷ്യൻ? വേറെ ഒരു വീട്ടിലും ഇങ്ങനത്തെ ഗേറ്റ് ഞാൻ കണ്ടിട്ടില്ല. കർത്താവേ. അവളെ വിളിക്കാൻ ആ കൊച്ചിനെ ഞാൻ വിളിച്ചായിരുന്നു. അത് ഏതാണ്ടൊക്കെ ചെയ്ത് നോക്കി, ഒന്നും ശരിയാവുന്നില്ല. അവള് പാസ്വേഡ് മറന്നു കാണും. ദൈവമേ. നീ ചേർത്തി എന്നും പുറത്തു നിർത്തി അല്ലേ? സാറല്ലേ എടുത്തി, നമുക്ക് വേറെ വഴി ഉണ്ടാക്കാം. എന്നാ കുടമ്പളി ചുമ്മാ മറക്ക്. അയ്യോ, ഞാൻ ഹീറ്റർ ഓൺ ചെയ്തില്ല. എന്നോട് ചേർത്തി സുഖാണോ? പിന്നെ ഭയങ്കര സുഖമല്ലേ? നീ ഇങ്ങോട്ട് ഇതാ പിടിച്ചോ. രാശ വണ്ടി എടുക്കടാ. മത്തി, അയില, പൊട്ടപ്പൊട്ടക്കുന്ന കരിമീൻ, നെയ്മീൻ. 1500 rupees നെയ്മീന്. മട്ടൺ ഇല്ലേ ഈ വില? ചെറുതി കുടമ്പളിയിട്ട് തകർത്തേക്കണം കേട്ടോ. കുറച്ച് വറക്കാൻ മാറ്റി വെച്ചേക്കാം. പച്ചക്കുരുമുള അരച്ച് വറുത്ത സൂപ്പർ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ചേർത്ത് വെച്ച ഫിഷ്മോളി ഇല്ലേ? കപ്പ ഇരിപ്പുണ്ട്, അത് പുഴുങ്ങാൻ കൊള്ളത്തില്ല. ശരി, ഇളന്താളിപ്പുണ്ട്, അത് കൊത്തി വേവിച്ചേക്കാം അല്ലേ വെച്ചേ? അയ്യോ, ടപ്പിയൊക്കെ മീൻ കറി കൂടെ സൂപ്പർ ആയിരിക്കും. അനിമേ, എനിക്ക് ഗ്ലോബൽ മലയാളി അസോസിയേഷൻ സൂം മീറ്റിംഗ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. പിന്നെ ഇന്ന് സ്റ്റേറ്റ്സിലേക്ക് കണ്ടെയ്നർ പോകേണ്ട ദിവസമാണ്. നീ മെയിലിലൊന്ന് ചെക്ക് ചെയ്യ്. ചെറുതി കറി കലക്കിക്കോട്ടോ. അതെ, മോന്റെ കാര്യം ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ട്. പപ്പ എല്ലാം നോക്കിക്കോളും. പിന്നെ ഞാൻ മനപ്പൂർവ്വം അല്ല കേട്ടോ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിർത്തുന്നേ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞു വന്നപ്പോ മുഴുവൻ പോത്തുപാടും ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ എന്താ മീനോട് ഇത്ര പ്രിയം? കഴിഞ്ഞ പ്രാവശ്യം വന്നേച്ചോ ഇപ്പൊ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നേ. കൊളസ്ട്രോൾ 300, ആൻജിയോഗ്രാം വരെ ചെയ്യേണ്ടി വന്നു. നീ മാസിക കഴിച്ചോണ്ടിരിക്കുവാണോ? മാസിക വായിക്കുന്നത് കേട്ടോ. ചേട്ടത്തിയുടെ മീൻകറി അടിപൊളിയാ. അതിന് ഉപ്പും മുളകൊന്നും പിടിക്കാൻ സമയമായിട്ടില്ലല്ലോ. നന്നായി പിടിച്ചിട്ടുണ്ട്. നീ എവിടെ പോവാ? എടാ, വന്നിച്ചിരി കപ്പയും മീനും കഴിച്ചു പോ. ചേട്ടത്തെ സ്നേഹത്തോടെ ഉണ്ടാക്കിയല്ലേ. അതിന് ഇപ്പോഴത്തെ പിള്ളേർക്ക് വല്ല ഇതിന്റെയൊക്കെ ടേസ്റ്റ് മനസ്സിലാവോ? കണ്ടില്ല എഴുന്നേറ്റ് വരുന്ന സമയം, മണി ഉച്ചയായി. ഫിഷ് ഫ്രൈ ഒന്ന് തരാവോ? താങ്ക്സ്. പപ്പ ഫിഷ് ഫ്രൈ വേണ്ട, ഓട്സ് കഴിക്ക്. ഒരു ക്യാരറ്റ് എടുത്തോട്ടെ. എന്നാണത്? ബർഗറാ ടൗണിൽ പുതിയ TFC തുടങ്ങി, അവിടുന്ന്. കേട്ടില്ലേ, ബർഗർ. നീയൊക്കെ അല്ല വേറെ വല്ലതും ഇത് കഴിക്കുവോ? 2 റൊട്ടിക്കകത്തോട്ട് ചിക്കൻ പീസ് വെക്കും, എന്നിട്ട് അതിനകത്തോട്ട് ഈ സവോളയും തക്കാളിയും കൂടെ അരിഞ്ഞങ്ങോട്ട് തിരിക്കും. അത് മേടിച്ച് കഴിക്കാൻ ഇവനെ പോലുള്ള പൊട്ടന്മാരും സായിപ്പ്മാരുടെ ഒരു ബുദ്ധിയേ. സായിപ്പന്മാരുടെ ഇപ്പൊ ഒരു പുച്ഛം. അത് നമ്മുടെ ഈ നാടൻ ഫുഡ് തന്നെയാ ബെസ്റ്റ്. അതുകൊണ്ട് എൻ്റെ ഓട്സ്, അവരുടെ ഓട്സ് ബെസ്റ്റാ.